നമ്മള് തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം മാത്രം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? നമ്മള് വിശ്വാസികളാണെന്നാണ് നമ്മൾ എല്ലാവരും ക്ലെയിം ചെയ്യുന്നത്. വിശ്വാസികളാണ്. ആ വിശ്വാസികളാണെന്ന് ക്ലെയിം ചെയ്യുന്ന നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കുന്നു. സഹോദരന്മാര് തമ്മിൽ കാണുന്ന ഉടനെ ഇന്ന സഹോദരൻ കൊള്ളാം, ഇന്ന സഹോദരൻ കൊള്ളാം, അങ്ങനെ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ആ തമ്മിൽ തമ്മിലുള്ള ബഹുമാനം വാങ്ങിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അവര് വാങ്ങുന്നില്ല. മനുഷ്യർ തമ്മിൽ തമ്മിലുള്ള ബഹുമാനം വാങ്ങിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്നില്ല. അപ്പോ നമ്മൾ അന്വേഷിക്കേണ്ടത് ഏതാണ്? മനുഷ്യർ പറയുന്ന അഭിപ്രായമല്ല, മനുഷ്യർ പറയുന്ന ബഹുമാനമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ള ബഹുമാനമാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉള്ള ബഹുമാനം അന്വേഷിക്കുന്നത് കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഏകദൈവത്തിൽ നമുക്ക് ബഹുമാനം വരണം. കർത്താവ് പറയണം, ആ നല്ലൊരു വിശ്വാസിയാണ്, നല്ലൊരു സഹോദരനാണെന്ന് കർത്താവ് നമ്മളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ അതിന് വിലയുണ്ട്. അതേസമയം നമ്മുടെ സഹോദരന്മാർ തമ്മിൽ ഇന്ന സഹോദരൻ കള്ള നന്ന്, ഇന്ന സഹോദരൻ നന്ന് എന്ന് പറയുന്നതിനല്ല വിലയുള്ളത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് ബഹുമാനം ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണമെന്നാണ് കേട്ടത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ദൈവത്തിന് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരിക്കണം. അതിന് വിലയുണ്ട്. മനുഷ്യന്റെ മുമ്പിലുള്ള അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്നാണ് നമ്മൾ കേട്ടത്. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? അതുകൊണ്ട് ഈ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദൈവത്തെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മളെ ദൈവശക്തിയിൽ നടത്തുന്നത്. ഏതൊരു കാര്യം വരുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, നമുക്കെതിരായിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ആ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ശക്തിയോടെ നിൽപ്പാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് മനുഷ്യമാനമല്ല വേണ്ടത്, നമ്മള് ദൈവത്തിന്റെ പ്രസാദം അന്വേഷിക്കണം. ദൈവം പ്രസാദിക്കുന്നോ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഒരു വാക്കുകൊണ്ട്. ആ വാക്കുകൊണ്ട് ദൈവം പ്രസാദിക്കുന്നെങ്കിൽ അത് നല്ലതാ. അതേസമയം ആ വാക്കുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കഴിയും, പക്ഷെ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ കഷ്ടമായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നായി നടത്തണം. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് നമ്മൾ നടത്തേണ്ടത്. മനുഷ്യരെല്ലാം കൂടെ പ്രസാദിക്കുന്നു പറഞ്ഞാലും ദൈവത്തിൽ നിന്നുള്ള പ്രസാദം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടമാണ്. ആ നഷ്ടപ്പെടുവാനായിട്ട് നമുക്കിടയാകരുത്. നമുക്ക് കർത്താവ് നമ്മൾ ഈ പ്രസാദിക്കുന്ന ഒരു ജീവിതം ചെലവിടുവാനായിട്ട് നമുക്കിടയാകണം. അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന് ഈ കാര്യം ചെയ്യാൻ കഴിയുമോ
എന്ന് സംശയിച്ചു പോകും. നമുക്ക് ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, എല്ലാം ഉണ്ട്, നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതെ, എനിക്ക് ഈ കാര്യം ആവശ്യമുണ്ട്, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല, എന്നാൽ എൻ്റെ കർത്താവിന് എന്നെ സഹായിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം, ആ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ അതിനെ കഴിവുള്ളവനാക്കി തീർക്കും. നമ്മുടെ വിശ്വാസം ദൈവത്തിലേക്ക് അർപ്പിക്കുമ്പോൾ, ആ അർപ്പിക്കുന്ന ഉടനെ ദൈവത്തിന് പിന്നെ മാറാനൊക്കത്തില്ല. ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് അവിടുന്ന് പിന്നെ തിന്നി മാറാനൊക്കെയില്ല. ആ ദൈവം ആ കാര്യങ്ങളെ നമുക്ക് അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമുക്ക് വേണ്ട കാര്യം ദൈവം ക്രമപ്പെടുത്തി തരും. അങ്ങനെ ക്രമപ്പെടുത്തി ഉള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദൈവവിശ്വാസികളാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് അത് പ്രയോജനമില്ലാതായിട്ട് വരും. ആ പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ശക്തനാക്കുന്നവൻ ആരാ? കർത്താവാണ്. കർത്താവിനെ മാത്രമേ നമ്മളെ ശക്തനാക്കാൻ ഒക്കത്തുള്ളൂ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. എനിക്ക് ഈ കാര്യത്തിന് കഴിവില്ല, ആ കാര്യത്തിന് കഴിവില്ല. സമൂഹം ആ കാര്യം പറയുന്നു, വീട്ടുകാർ ഈ കാര്യം പറയുന്നു, ഇതിനൊന്നും എനിക്ക് കഴിവില്ലാത്തതാണ്. എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് ബലം തരുന്ന ഒരു കർത്താവുണ്ട്, എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള ആ പൂർണ്ണ വിശ്വാസം നാം കർത്താവിൽ സമർപ്പിക്കുമ്പോൾ നാം ശക്തരായി തീരും. ബലഹീനരായി നമ്മളെ നടക്കേണ്ടി വരികയില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട്, കർത്താവേ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, എന്നാൽ ഇവിടെ ഞാൻ നോക്കിയിട്ട് മാർഗമൊന്നുമില്ല, അവിടെ നേരെ കൊണ്ടുപോകാനായിട്ട് മാർഗം ഒന്നുമില്ല. കർത്താവേ, എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ എന്നുള്ള ആ കരച്ചില് കർത്താവ് കേൾക്കുമ്പോൾ നമ്മുടെ കരച്ചിലിന് വേണ്ടിയിട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്. നമ്മൾ കഴിവില്ലാത്തവനാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മിൽ നിന്ന് ഉയരുന്ന കരച്ചില് എവിടേക്കാ ഉയരുന്നത്? മനുഷ്യരിലേക്കല്ല, കർത്താവിലേക്ക്. കർത്താവേ, എനിക്കിതിന് കഴിവില്ല, ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഇത്രയും ശത്രുക്കളോട് വെന്ന് നിൽക്കാനായിട്ട് എനിക്ക് കഴിവില്ല. പക്ഷേ നീ സർവശക്തനാണ്, നിനക്ക് കഴിവുള്ളവനുമാണ്. എന്നെ നിർത്താനായിട്ട്, എന്നെ ഈ കാര്യത്തിൽ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിനക്ക് കഴിയും. ആ ഒരു വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മളെ ജയജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പല അവസരത്തിലും എങ്ങനെ ഈ കാര്യം കൊണ്ടുപോകാൻ കഴിയും എന്ന് സംശയിക്കുമ്പോൾ കർത്താവിന്റെ കയ്യിലേക്കൊന്ന് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോ പരീക്ഷണമായിട്ട് കർത്താവിന്റെ കയ്യിലൊന്ന് വിട്ടുകൊടുക്കുക. കർത്താവേ, ഇതെനിക്ക് കഴിയത്തില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, നീ സർവശക്തനാണ്, എന്നെ നീ അതിൽ കൂടെ ജയാളിയായിട്ട് നടത്തും.
ചെങ്കടലിലെ വെള്ളം വറ്റിച്ചു കൊടുത്ത കർത്താവ്. ശത്രു ശത്രു ഓടി വരികയാണ്. ശത്രുസൈന്യം മുഴുവൻ കൂടെ ഓടി വരികയാണ്. മുമ്പിൽ ചെങ്കടലുവാ. ഒന്നീ കടലിൽ ചാകണം, അല്ലെങ്കിൽ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടണം. പക്ഷേ അവിടെ കർത്താവിനോടുള്ള ആ നിലവിളി, ഉറച്ച നിലവിളി, ചെങ്കടല് വറ്റിച്ചു കൊടുത്തിട്ട് അതിൽ കൂടെ അവരെ നടത്തി എന്നുള്ളത് മാത്രമാണോ? പുറകെ വരുന്ന സൈന്യം അവനെന്ത് ചെയ്തു? നോക്കിയപ്പോ നല്ല സൗകര്യം, കടലിപ്പോ റോഡ് പോലെ കിടക്കുന്നു, അവന് നടന്നു. അപ്പൊ അവർക്ക് പേടിയുണ്ട്. കർത്താവേ, അവര് പുറകെ വരുന്നു. എന്ത്? ആ കടലിന്റെ പോർഷൻ കഴിഞ്ഞപ്പോ, കഴിഞ്ഞപ്പോ സൈന്യത്തെ വെള്ളം കൊണ്ട് മൂടി, മുഴുവനും കടലില് മരിച്ചുപോയി. അങ്ങനെ നടത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മളെ നടത്തുന്നത്. എന്ന് പറഞ്ഞ് നമ്മള് കർത്താവെ അത് നടക്കണം, ഇത് നടക്കണം എന്ന് പറയുന്നില്ല. കർത്താവിന്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. അതായിരിക്കണം ആദ്യത്തേത്. എൻ്റെ ജീവിതത്തില് നടക്കേണ്ട കാര്യം കർത്താവിന്റെ ഇഷ്ടമായിരിക്കണം. അതിനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം, കർത്താവെ അവിടുത്തെ ഇഷ്ടം നടത്തിയാട്ട് എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് സാധ്യതയില്ല, അല്ലെ എവിടെങ്കിലും അഡ്മിഷൻ കിട്ടാനായിട്ട് മാർഗമില്ല. കർത്താവെ അവിടുന്ന് ഒരുക്കി തരണേ, അവിടുന്ന് സർവശക്തനാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള നമ്മുടെ ആ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ നമുക്ക് വേണ്ടിയിട്ടൊരു സീറ്റ് ഒഴിയും. ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് ഒഴിയും. അത്ഭുതം ചെയ്യുന്നത് കർത്താവ് ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നതായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾ ക്ഷീണിച്ച് മടുക്കണ്ട. നാം വിശ്വസിക്കുന്ന കർത്താവ്, നമ്മൾ ആരിൽ വിശ്വസിക്കുന്നുവോ അവൻ മതിയായവനല്ല, അവൻ സകലത്തിനും മതിയായവനാണ്. എങ്ങനെ? എൻ്റെ കാര്യങ്ങളെ ക്രമപ്പെടുത്തി എന്നെ ജയോത്സവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കർത്താവാണ്. അവന്റെ കയ്യിൽ ഈ കാര്യം കൊടുക്കുന്നു. കർത്താവ്, എനിക്ക് കഴിവില്ല, നീ അത് ചെയ്താൽ. കർത്താവ് അതിനൊരു വഴി ഒരുക്കി നമ്മളെ നടത്തും. നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കർത്താവിന്റെ കർത്താവ് എങ്ങനെയാണ്? അവനിൽ വിശ്വസിക്കുന്നവനെ അവൻ ഒരിക്കലും ക്ഷീണിപ്പിക്കുകയില്ല, ഭഗ്നാശയനാക്കുകയില്ല. നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് കയറുന്നവരായി പോകണം. ഉത്സാഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഏറ്റവും വലിയ കെണിയായിട്ടുള്ളൊരു കാര്യം സന്ധ്യപ്ര തുടങ്ങിയ സമയത്ത് തുടങ്ങിയപ്പോൾ ആ ഒരു കാര്യം തന്നെ പറഞ്ഞത്. ഞാനത് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആരോ എൻ്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ ആരും ഷെയർ ചെയ്ത് പറഞ്ഞു, മലയാളികളുടെ മലയാളി ആയിട്ടൊരു മനുഷ്യനെ അവിടെ പറഞ്ഞത്, മലയാളി ജനിക്കുന്നു, പിറ്റേ ദിവസം മുതൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്തോ ചിന്തിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ തമാശയായിട്ട് പറയുമ്പം നമ്മളെ പറ്റി ഒരു വലിയൊരു സത്യമാണ്. നമ്മൾ പല സമയങ്ങളിലും നമ്മള് ബസാക്കിന്നും സഹോദരന്മാരെന്നൊക്കെ പല കാലങ്ങളായിട്ട് കേട്ടിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെ വിശ്വാസത്തിന്റെ വചനത്തെ പലപ്പോഴും നമ്മളെ രക്ഷിക്കുകയും മനുഷ്യരുടെ നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്ക് ഒട്ടും പല കാര്യങ്ങളിലും അത് വിട്ട് മുന്നോട്ട് വരാനായിട്ട് ദൈവം തന്റെ കൃപയാൽ സഹായിക്കുന്നു. എങ്കിലും പല കാര്യങ്ങളിലും നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങളിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പക്കാരായിരിക്കുമ്പം
കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു എടാകൂടമാണ് ഈ പറയുന്ന ഒരു കാര്യം. മറ്റുള്ളവര് ഞാനിങ്ങനെ ഈ ഷർട്ട് ഇട്ടാൽ, ഈ പാന്റ് ഇട്ടാൽ, ഞാനിപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ ജൊഹാന്റെ ഈ പ്രായത്തില് ഇത്രയും ഇതിനെ പറ്റി ബോധേഡായിരിക്കുമോ. പപ്പ ഈ ഷർട്ടും ഈ പാന്റും ഈ ഷൂവും രാവിലത്തെ ഞങ്ങളുടെ ഇന്നത്തെ വലിയ ഒരു വിഷയമായിരുന്നു. ഈ ഷർട്ടും ഈ പാന്റും ഈ ചെരുപ്പും കൂടെ ഇട്ടാൽ എങ്ങനെ മാച്ച് ചെയ്യും. ഏഹ് അത് പറഞ്ഞുകൊണ്ട് അത് ചെറിയ സംഘർഷങ്ങളില രാവിലെ ഞങ്ങൾ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടത്തെക്കാൾ ഉപരി ഇന്ന് കുഞ്ഞുങ്ങള് ഇതൊക്കെ എങ്ങനെ മാച്ച് ചെയ്ത് പോകും. മറ്റുള്ള കാര്യം ഇതിപ്പം നമ്മുടെ ആഹ്, ഒരു ഇടുന്ന ചെരുപ്പിനപ്പുറത്ത് ഇത് മറ്റുള്ളവർ എന്നെ കാണുമ്പം ഇത് ആഹ്, എങ്ങനെയായിരിക്കും അവരെന്നെ പറ്റി അഭിപ്രായം പറയുന്നത് എന്നുള്ള ഒരു വലിയ ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ ജീവിച്ചാൽ നമുക്ക് വിശ്വാസം ഉണ്ടാകത്തില്ലെന്ന് കർത്താവ് പറയുന്നു. നമുക്കത് വിശ്വസിക്കാം. ഞാൻ വിചാരിക്കാറുണ്ട്, കർത്താവേ ഇതിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ടും രക്ഷിക്കണേ. ഞാൻ പലപ്പോഴും നമുക്കൊരിക്കലും ഒരു വിശ്വാസത്തിന്റെ, നമ്മൾ മറ്റുള്ളവരെ എന്നെ പറ്റി എന്തോ വിചാരിക്കും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും വിശ്വാസത്തിന്റെ ഒരു കാല് നമുക്കൊരിക്കലും വെക്കാനായിട്ട് കഴിയത്തില്ല. കർത്താവ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ആയിരുന്നു ജേക്കബ് പറഞ്ഞ ആ ഒരു കാര്യം പറഞ്ഞു. ആ, നിങ്ങൾ ദൈവപ്രസാദത്തിനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി നിങ്ങളിപ്പോ ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെ അതിൽ എക്സൽ ചെയ്ത് വരണം, അതിൽ മുന്നോട്ട് വരണം എന്നൊരു കാര്യം പറഞ്ഞു തന്നെ. ആ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ അതിന് ശേഷമുള്ള ആഴ്ചകളിലൊക്കെ ഈ ഒരു കാര്യം, ദൈവപ്രസാദത്തിനായിട്ട് ദൈവം നിങ്ങളെ അപ്രൂവ് ചെയ്യുന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. കാരണം ഇന്ന് നമ്മളെ അപ്രൂവ് ചെയ്യുന്ന അതിന്റെ ഒരു വലിയ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളെ അപ്രൂവ് ചെയ്യുന്ന മനുഷ്യൻ നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഭിത്തിയിൽ ആ ആളുടെ പോസ്റ്റർ കാണാം. രാവിലെ ഇന്നലെ നമ്മളെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ ആള് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭിത്തിയെ പടമായി, പടം മലയാളത്തിൽ തമാശക്ക് പറഞ്ഞ ആള് പടമായി എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ആള് പോയി. ഇനിയും പുള്ളി ഇല്ല. കാര്യം ഇന്നിനി ആളും പോയി. നമ്മളെ പറ്റി പറഞ്ഞ ആ കാര്യം അപ്രൂവൽ എല്ലാം അതെല്ലാം പോയി എന്ന് പറയുന്ന പോലെ തന്നെ ശരിക്കും മനുഷ്യരിലേക്ക് തന്നെ നോക്കുമ്പം അങ്ങനെ വേപ്പർ, അവന് അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, മനുഷ്യർ വരും ആവി പോലെയുള്ള, ഇന്ന് അല്പനേരത്തേക്ക് കണ്ട് പിന്നെ കാണാത്ത മനുഷ്യന്റെ വാക്കുകൾക്കപ്പുറത്ത് കർത്താവേ അങ്ങാണ് എന്നെ പറ്റി. ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോഴേ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. എന്നേക്കാൾ വളരെ പ്രായമുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് ചില പ്രയാസങ്ങളുണ്ട് ചിലരുമായിട്ട്, അതുകൊണ്ട് ആ ഒരു ചർച്ചിൽ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേറൊരിടത്ത് പോകുന്നതിനെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷേ ഫൈനലി നമുക്ക് കാര്യമുള്ളത് അവനുമായിട്ട് ആ കാര്യമുള്ളത്. ബിക്കോസ് നമ്മുടെ ജീവിതാവസാനത്തിലും നമ്മുടെ ദിവസത്തിന്റെ അന്ത്യത്തിലും നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത് എവിടുമായിട്ട് ആരോട്ടാന്ന് ചോദിച്ചാൽ കർത്താവുമായിട്ട് ആ ഒരു ഫൈനൽ സെറ്റിൽമെന്റ് നടക്കുന്നത്. സോ ദാറ്റ്സ് എ പ്ലേസ്. അവിടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. കർത്താവെ അങ്ങ് എന്നെ എങ്ങനെ കാണുന്നു, ഈ ഒരു കാര്യത്തിന്റെ പുറകിൽ ആളുകൾ കാണുന്നതിന്റെ അപ്പുറത്ത് കർത്താവെ അങ്ങ് ഈ കാര്യത്തെ എങ്ങനെ ശോധന ചെയ്യുന്നു, ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ കർത്താവെ അങ്ങ് ഞാൻ എടുക്കുന്ന തീരുമാനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ അതിനെ ആ നിലയിൽ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ടും ആഗ്രഹിക്കുന്നു. ദൈവപ്രകാരം ഒരു വിശ്വാസം എന്റെയും ഉള്ളിൽ വർദ്ധിച്ചു വരാനായിട്ട് ദൈവം എന്നെ സഹായിക്കട്ടെ. ആദ്യം വന്നപ്പം കേട്ടത് അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. ഏ അതുപോലെ അത്യല്പത്തിൽ അവിശ്വസ്തനായിരിക്കരുതെന്നൂടെ പറഞ്ഞു മോള്. കർത്താവിൻ്റെ മാനം മാത്രം നമുക്ക് തേടിയാൽ മതി. കർത്താവിൻ്റെ മാനം തേടുമ്പോൾ വേറെ പറഞ്ഞു, മണി ഓണർ പ്രഷറൊന്നും വേണ്ട. ആ MSP വേണ്ടാന്ന് വെക്കുമ്പം മോസ്റ്റ് ഹോളി പ്ലേസിൽ നമുക്ക് പോകാൻ പറ്റും. തമ്മിലുള്ള ബഹുമാനം നമ്മൾ തേടുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം, കർത്താവിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ജേക്കബ് പറഞ്ഞു. തമ്മിലുള്ള ബഹുമാനം വേണ്ട. വിശുദ്ധ സത്യ ഏകദൈവമാണ്, വിശുദ്ധനാണ്, സത്യമാണ്, ഏകദൈവമാണ്. ആ അൺപോപ്പുലർ ട്രൂത്ത് അത് നമ്മൾ ഏറ്റെടുക്കണം. പോപ്പുലാരിറ്റി നമുക്ക് വേണ്ട. സത്യേക ദൈവം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനെ നമുക്ക് പിൻപറ്റാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ഇവിടെ കേൾപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 44 5-ന്റെ 44 5 പറഞ്ഞില്ലല്ലോ. അവിടെ തമ്മിൽ ബഹുമാനം,
how can you believe who receive honor from one another and do not seek the honor that comes from the only God? ഇത് ഇത് വായിച്ച് ഒത്തിരി റെഫറൻസ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 9 ഒരു ഒരു ബ്ലൈൻഡ് മനുഷ്യനെ, കുറവിൽ കുരുടനെ കർത്താവ് സൗഖ്യമാക്കി. അവനുമായിട്ടുള്ളതായ, അവനെന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചു വേണം. അന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അയാൾ. കുരുടനായിരുന്നാലും എന്തായിരുന്നാലും ശരി, എത്ര വയസ്സിന് 2025 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. നമ്മളിപ്പോൾ പറയത്തില്ലേ ശബരിയാക്കാരി സ്ത്രീ എന്ന്, അവരൊക്കെ എത്രയോ പ്രായം ചെന്ന ആൾക്കാർ, അന്ന് ജീവിച്ചിരുന്ന ആൾ. ഐ ട്രൈ ടു ഗിവ് ദറ്റ് അവരുടെ ഏജിൻ്റെ ആ ബഹുമാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്ത്രീയുടെ കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 9 എത്രാണത്, 35 മുതലുള്ളതാണ്. പിന്നെ അവസാനം എൻ്റെ 38 പറയുന്നു, he said to the Lord, Lord, I believe, and he worshipped him. കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു സംഗതി അവിടെ പറയുന്നുണ്ട്. കർത്താവിനെ പറ്റിയുള്ളതായ ഒരു ബഹുമാനം, കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ പറ്റി ആ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ ശമരിയ സ്ത്രീയുമായിട്ടുള്ളതായ സംഭാഷണത്തിനകത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണത്. അതായത് അതെങ്ങനെയാണ് കാണുന്നില്ലല്ലോ. 24 അത് കർത്താവും ആ സ്ത്രീയുമായിട്ടുള്ളതായ ആ സംഭാഷണത്തിൽ ആ സ്ത്രീ പറയുന്നതാണ്, I know that Messiah is coming who is called Christ. When he comes, he will tell us all things. ഈ സംഭാഷണത്തിനിടയ്ക്ക് ആ സ്ത്രീക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു. കർത്താവ്, മെസ്സയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെന്നാണ്. കർത്താവ് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം വിവരിച്ചു തരും. ആ സ്ത്രീക്ക് കർത്താവിനെ പറ്റിയുള്ളതായ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, ഒരു ബോധം ഉണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെയുള്ള ആള് വരുമെന്നുള്ളത്, ആ ഒരു ബോധം ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. ആ സ്ത്രീയെ പറ്റിയുള്ളതായ, ആ കർത്താവിനെ പറ്റിയുള്ളതായ ഒരു woman said, I know that Messiah is coming who is called Christ. When he comes, he will tell us all things. ആ മിശിഹായെ പറ്റിയുള്ളതായ ബോധം എപ്പോഴും എനിക്കുണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവ് പറയാം. ജീസസ് said to her, I will speak to you on he. അത് 26 വാക്യം ഇതിനകത്ത്. I who speak to you he. ഒരു കർത്താവ് അവളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് കർത്താവ് വെളിപ്പെടും. കർത്താവ് അങ്ങനെ ആ സ്ത്രീക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ പാത ഞാനും പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സാധിക്കും. കേൾപ്പിച്ചതിനായിട്ട് ഞാനും ദൈവത്തിന് നന്ദിയുള്ളവനാണ്. കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, എനിക്ക് വിശ്വാസത്തിലുള്ള കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണേ. അപ്പോൾ അന്നേരം കേട്ട വചനം ഇത് തന്നെയായിരുന്നു, ഏക ദൈവത്തിൽ നിന്നുള്ള പുകഴ്ച അന്വേഷിക്കാതെ അന്യോന്യം പുകഴ്ച ഏറ്റുവാങ്ങുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ ആ ഒരു കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ആ കാര്യത്തെ എന്നെ തന്നെ എനിക്ക് എന്താ പറയാ, ഞാൻ ആ കാര്യത്തെ എനിക്കായിട്ട് തന്നെ ഏറ്റെടുക്കുവാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ സൺഡേ ഇതേപോലെ തന്നെ ഞാൻ ബസ്സിൽ വരുമ്പോൾ എൻ്റെ ഒരു
എൻ്റെ ഒരു ഹൃദയത്തിൽ ഇങ്ങനെ വന്നൊരു വാക്യമായിരുന്നു. ദൈവത്തിന് വെറുപ്പ് ഉളവാക്കുന്ന കാര്യം, ദൈവം വെറുക്കുന്ന ഒരു കാര്യം. പക്ഷെ ആ വാക്യം ഞാൻ ഓർത്തിട്ട് കിട്ടിയില്ല. പക്ഷെ സാഹചര്യങ്ങൾ കഴിഞ്ഞ സൺഡേ മീറ്റിംഗ് അത് തന്നെയായിരുന്നു. അത് ഏതാന്ന് പറയാം വാക്യം. ആ ലൂക്കോസ് 16:15. ആ ആ. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നു, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവദൃഷ്ടിയിൽ മ്ലേച്ഛമാണ്. അത് ദൈവം മുമ്പിൽ അറപ്പാകുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോ നമ്മൾ അറപ്പെന്നൊക്കെ ഉള്ള വാക്ക് നമ്മൾ എടുക്കുമ്പോൾ അത് എത്ര മോശമായിട്ടുള്ള ഒരു വാക്കാ അത്. അതാണ് ആ വാക്യം. അപ്പൊ കഴിഞ്ഞ സൺഡേയും കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ തന്നെ യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 4:4 വാക്യത്തിലും പറയുന്നു, ദൈവത്തെ ത്യജിച്ച അവിശ്വസ്തരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ചകളായിട്ട് ദൈവത്തിൽ തോന്നിപ്പിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഗൗരവത്തോടെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യം, അതിന്റെ ഒരു ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാർത്ഥന എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതും ഇന്ന് നമ്മൾ കേട്ട ഒരു വാക്യത്തിൽ അതിനകത്ത് പറയുന്നുണ്ട്. അതും ആ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് വിശ്വാസം, ആ, അത് ആത്മാവിന്റെ ഒരു ബലമാണ്. അപ്പോൾ ഈ വിശ്വസിക്കാൻ ഞാൻ ഇപ്പൊ വീണ്ടും ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് വിശ്വാസത്തിന്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ ഒരു ബലമാണ് വിശ്വാസം എന്ന് വേറൊന്ന് എടുത്തു പറഞ്ഞു. വിശ്വസ്തതയിൽ ഒരു വിശ്വാസം എന്നുള്ളത് അത് പല ട്രാൻസ്ലേഷനിലും അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന്റെ നീഡ് നേരെ ചെല്ലുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യത്തിലേക്കാണ്. ആ കാര്യത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ദൈവം കൽപ്പിച്ചതെന്നു പറയുന്നു. എന്നാണെങ്കിൽ ജോൺ 5:44. അപ്പം ഹൗ കെൻ യു ബിലീവ് സിൻസ് യു അക്സെപ്റ്റ് ഗ്ലോറി ഫ്രം വൺ അനദർ ആൻഡ് നോട്ട് ഫ്രം ഗോഡ്. അപ്പം മനുഷ്യമാനം നമ്മൾ തേടുന്നതിനെ കുറിച്ച് അപ്പം പറഞ്ഞപ്പം ടീനേജർ ആകുമ്പം വലിയ വലിയ ആൾക്കാർ നമ്മൾ ആപ്ലിക്കബിൾ ആയിരിക്കും. ബട്ട് ടീനേജേഴ്സ് സ്കൂളിലൊക്കെ പോകുമ്പോഴും ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ സോ ദെൻ ഞാൻ എൻ്റെ കുറെ കാലങ്ങളായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു സെയിം തിങ് ടേക്കിംഗ് ദൈവത്തിന് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക. എവിടെ പോയാലും ടേക്കിംഗ് ദാറ്റ് സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് കീപ്പിംഗ് ആ ഒരു ബിക്കോസ് എറ്റേണലി ഇൻ ദി എൻഡ് അവസാനം നമ്മള് ദൈവ ദൈവത്തിന്റെ കൂടാണ്. ആൻഡ് ഹി ഈസ് ദ വൺ ഡൂയിങ് ദി ജഡ്ജ്മെന്റ്. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഈ മനുഷ്യരല്ല എന്ന് ലൈക്ക് നമ്മള് പലപ്പോഴും നമ്മള് ഈ എർത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് അത് ഭയങ്കര നമ്മുടെ ബലത്താൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. സോ ഐ പേഴ്സണലി എനിക്കും അങ്ങനെ എപ്പോഴും പലപ്പോഴും ഇങ്ങനെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. സോ ലൈക്ക് ഐ ഓൾവേസ് പ്രേ ദാറ്റ് ഗോഡ് വാട്ട് എവർ ഐ ഡു നമ്മൾ എന്ത് ചെയ്താലും നിന്നെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ആവണേന്ന് മാത്രം. ലൈക്ക് അല്ലാതെ നിന്നെ ഡിസ്പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആവല്ലെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. സോ ദെൻ യു ലൈക്ക് ദ വേർഡ് വാസ് ഇത് ഞാനും എൻ്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേഴ്സസ് ലൈക്ക് എനിക്ക് ഇപ്പം പറഞ്ഞപ്പം ഒരു ഇഷ്ടപ്പെട്ടൊരു വേഴ്സ് ഈ മാർക്ക് 9:23 ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ ദോസ് ഹു ബിലീവ് ഗോഡ്. അപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും നമ്മൾ വിശ്വസിക്കും ദൈവം നമുക്ക് ടെംപ്ടേഷൻസ് ഓവർകം ചെയ്യാനുള്ള ഗ്രേസും ഹിസ് ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ us. അപ്പം അത് നമുക്ക് തരും. സോ ഈ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ദൈവം ലഭിച്ച എന്ന് പറയുന്നത് ഇവിടെ കേട്ടത് യോഹന്നാൻ 5:44 ആ വാക്യം ഞാൻ വായിക്കാൻ, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ അല്ല 44 തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നാണ്. ജസ്റ്റ് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ തേടാതെ മനുഷ്യരുടെ പ്രശംസ മാത്രം അന്വേഷിക്കുന്നവർക്ക് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു വാക്യത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിന്ന് കേട്ടത് മനുഷ്യമാനത്തെ കുറിച്ചാണ് കേട്ടത്. അപ്പം ബേസിക്കലും മനുഷ്യമാനം ഒരു എല്ലാവരുടെ ലൈഫിലും ആ, മനുഷ്യമാനമാണ് എല്ലാവരും. പക്ഷെ നമുക്ക് ഇഷ്ടം മനുഷ്യമാനമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി ആ, എടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ സ്റ്റാൻഡ് എവിടെ പോയാലും നമ്മൾ എടുക്കാൻ തയ്യാറാകില്ല. കാരണം ആ, ഒരു ടീനേഴ്സിന് മെയിൻ ആയിട്ടുള്ള നഷ്ടമാണ്. കാരണം അവര് ഇപ്പം നമ്മളൊരു വർക്കിന് പോയാലും ഒരു പഠിക്കാൻ പോയാലും തന്നെ അവിടെ ഇത് യേശുവിന്റെ സ്റ്റാൻഡ് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഉടനെ സാത്താൻ അവിടെ പ്രവർത്തിച്ച് നമ്മളെ കളിയാക്കാനാണ് നോക്കുന്നത്. അപ്പം സ്വന്തമായിട്ടൊരു യേശുവിന്റെ ഒരു സ്റ്റാൻഡ് നമ്മൾ എവിടെ പോയാലും എടുക്കണം. അനുസരണ മാനം മാത്രം നോക്കുന്നെങ്കിൽ അവരെ പ്രസാദിപ്പിക്കാനാണെങ്കിൽ നമുക്ക് യേശുവിനോടൊരു ബന്ധമില്ല, ഒരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരു കോട്ടുണ്ട്, ഒരു അമേരിക്കൻ ക്രിസ്ത്യൻ മെന്റർ പറഞ്ഞതാണ്, എയ്ഡൻ വിൽസൺ എന്ന് പറഞ്ഞ, ദൈവത്തിന്റെ അംഗീകാരമാണ് അംഗീകാരമാണ് വലുത്, മനുഷ്യരുടെ ആ, കയ്യടേക്കാൾ മൂല്യമുള്ളത് യേശുവിന്റെ അംഗീകാരമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ, ആ, അതാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ നമ്മള് ഇനി എവിടെ പോയാലും എന്റെ ലൈഫിൽ ഞാൻ എവിടെ പോയാലും ഇനിയും ഒരു ഏഷ്യാന്റെ സ്റ്റാൻഡ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയാണ് എനിക്ക് ഇന്ന് മനസ്സിലായത്. പിന്നെ ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് മൊത്തം പ്രാർത്ഥിക്കണം. ഇപ്പം പപ്പ ആയിരിക്കുന്ന സ്ഥലത്താണാണേലും ഒരു റെന്റിന്റെ ഇഷ്യൂ ഉണ്ട് അവിടെ. എന്നുവെച്ചാൽ നമ്മള് ആ, പുള്ളി അവിടെ ചെലവാക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ പോയി കഷ്ടപ്പെടുന്നത്. അപ്പം ഒരു റെന്റ് മാത്രമല്ലാതെ ആ, അവിടെ വൈഫൈന്റെയും ഇലക്ട്രിസിറ്റിയുടെയും ഈ വെള്ളത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം, അതും കൂടെ കൊടുക്കണം. പിന്നെ റൂംമേറ്റ് ആയിട്ട് ഒരു അങ്കിളാണ്, അത് CFC തന്നെ ഒരു അങ്കിളാണ്, ഒരു ഡേവിഡ്സ് എന്ന് പറഞ്ഞ അങ്കിള്. അപ്പൊ അങ്കിളിന് ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു ജോലി ഇല്ല. കാരണം നേരത്തെ ജോലി റിസൈൻ ആക്കി. കാരണം പുള്ളിക്കന്നെ 15 മണിക്കൂറാണ് വർക്ക് ഷെഡ്യൂൾഡ്, പ്രഷർ ഉള്ളതുകൊണ്ട് പുള്ളിക്കന്നെ അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം പുള്ളിക്കാരനാണ് ഇപ്പൊ റൂംമേറ്റ് ആയിട്ടുള്ളത്. പുള്ളിക്കാരൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പുള്ളിക്കാരനാണ് ഇപ്പം. അപ്പൊ പുള്ളിക്കാരൻ ഒരു ജോലി കിട്ടാൻ വേണ്ടിയും കൂടെ പക്ഷെ ദൂരെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോകും. ഒരു അടുത്ത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. പിന്നെ അച്ഛന്റെ കാര്യമാണെങ്കിലും അച്ഛനൊരു ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ആവുന്നുണ്ട്. കാരണം ആ, ഒരു വർക്ക് പ്രഷർ രീതിയിൽ. അപ്പൊ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ അമ്മയുടെ കാര്യമാണേലും ഇപ്പം വെരിക്കോസ് പ്രയാസം, പിന്നെ മുട്ടിലുള്ള തേയ്മാനം, പിന്നെ ആകെ പപ്പ പോയതോടെ ഒരു ആക്റ്റീവ്നെസ് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നപ്പോ അപ്പ ആ, ഇച്ചിരി അപ്പോഴും സംസാരിക്കുകയും പിന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരുന്ന ആളാണ്. അപ്പം അതിനെയൊക്കെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. റിസൾട്ടൊക്കെ വരുന്നുണ്ട്. അത് എല്ലാവരും ഈ മാസം അവസാനമാണ് വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അടുത്ത മാസം ഒരു സെക്കൻഡ് വീക്കെൻഡോടെ വരുമെന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമീൻ.